സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി സംസ്ഥാന വൈദ്യുതി ദേവസ്വം വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് യാതൊരുവിധ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. CPM-ലെ സദാ പുഞ്ചിരിക്കുന്ന മുഖമാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. CPM-ൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. നിയമസഭയിലേക്ക് ഇത് രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ സിറ്റിംഗ് MLA ആയ MA വാഹിദിനെയും അതോടൊപ്പം തന്നെ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനെയും പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം രണ്ടാം വട്ടവും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. അങ്ങ് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് വകുപ്പുകളുടെ ചുമതലയാണ്, അതായത് വൈദ്യുതി, ദേവസ്വം. വലിയൊരു അംഗീകാരമാണ് പാർട്ടി അങ്ങേക്ക് നൽകിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? നിശ്ചയമായിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ 30 വർഷം വളരെ ആക്റ്റീവായിട്ട് പാർട്ടിയുടെ പ്രവർത്തന രംഗത്തായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്ന പാർട്ടി പ്രവർത്തനം മാത്രമാണ്. ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ പാർട്ടി നേതൃത്വത്തിന് അറിയാവുന്നതാണ്. അതിൻ്റെ എല്ലാം കൂടെ ഒരു ഫലമായിട്ടായിരിക്കാം മന്ത്രിസഭയിലേക്ക് എന്നെ എടുത്തതും. അതിനൊക്കെ അർഹനാണ് ഞാനെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. എന്നാലും മന്ത്രിസഭയിലേക്ക് എടുത്തിട്ട് സാമാന്യം ഭേദപ്പെട്ട തന്നെ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് വകുപ്പുകളുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിശ്ചയമായിട്ടും പാർട്ടി ഒരു പ്രവർത്തകന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഭരണരംഗത്ത് അധികം പരിചയമില്ലെങ്കിലും മികച്ച സഹകാരിയാണ്. പാർട്ടിയുടെ സംഘടനാ രംഗത്ത് വളരെ ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതൊക്കെ താങ്കളുടെ ഈ പദവിക്ക് വളരെ സഹായകരമാകുമല്ലോ. നിശ്ചയമായിട്ട് എന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 8-9 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷത്തിന് മുമ്പ് പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ. അതൊരു നോമിനേറ്റഡ് പോസ്റ്റായിരുന്നു. അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആകുന്നത് വരെ ഞാൻ ആ ചുമതല നിർവഹിച്ചു. അതും ഫലപ്രദമായിട്ട് നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനൊരു ഊർജം പകരാൻ ഈ 3 ടയർ സിസ്റ്റത്തെ അന്ന് എല്ലാം പിണങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാന സഹകരണ ബാങ്കും DCBകളും പാക്സും ഒക്കെ ആയിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആ 1-2 വർഷക്കാല സഹകരണ മേഖലയിൽ വളരെ ഉഷാറായിട്ടുള്ള പ്രവർത്തനം സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതെല്ലാം അത്രയും കുറച്ച് അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും പാർട്ടി നേതൃത്വം ചുമതല. ഈ കഴക്കൂട്ടത്ത് വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു, പ്രത്യേകിച്ച് ത്രികോണ മത്സരമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു അത്. കാരണം എൻ്റെ എതിരാളികൾ മോശക്കാരായിരുന്നില്ല. അവർ വളരെ പ്രബലന്മാരാണല്ലോ. ഒരാളാണെങ്കിൽ 15 വർഷമായിട്ട് അവിടെ നിയമസഭാ സാമാജികൻ എന്നുള്ളതിൽ പ്രവർത്തിക്കുന്നയാൾ, പിന്നെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ. ഞാനത് പറയുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത, എതിരാളിയെ പരാജയപ്പെടുത്താൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കാനായിട്ട് മടിയില്ലാത്തൊരാൾ. മറ്റേയാളാകട്ടെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രതിപക്ഷനായിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ പറഞ്ഞു കേട്ടത് പ്രചാരണത്തിന് മണ്ഡലത്തിൽ തന്നെ മോദി വരുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഓൾ ഇന്ത്യ പ്രസിഡൻറ്റ് അദ്ദേഹം വരുന്നു. അവിടെ നടന്നൊരു ചെറിയ സംഘർഷം ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണ്. കാട്ടായിക്കൊണ്ടത്തെ സംഘർഷം. ആ സംഘർഷത്തിൽ അവരുടെ ഏറുകൊണ്ട് പരിക്ക് പറ്റിയ ഒരു RSS പ്രവർത്തകനെ കാണാൻ അമിത്ഷായെ തന്നെ തൊട്ടടുത്ത ദിവസം കൂട്ടിക്കൊന്നു. അത്ര ശക്തനായിട്ടുള്ള BJP നേതാവാണ്. പിന്നെ പണം ഒഴുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ശേഷി, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു സമരമാണ് അദ്ദേഹം നടത്തിയത്. അതിനെ അതിജീവിച്ച് ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉയർത്തിയ 2 മുദ്രാവാക്യങ്ങൾക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടാണ്. ഒന്ന് അഴിമതി, അതിൻ്റെ പ്രതിരൂപമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധി. മറ്റത് തനി വർഗീയത. ആ വർഗീയതയ്ക്കും അഴിമതിക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാട്, ഒരു മതേതര നിലപാട് മണ്ഡലം സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റിട്ട് ഇപ്പം ഏതാനും ദിവസമേ ഉള്ളൂ. പക്ഷേ ഈ തുടക്കത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് പറയാനുള്ളത്? നിശ്ചയമായിട്ടും ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. മന്ത്രിസഭയുടെ അധികാരമേൽക്കൽ ചടങ്ങ് തന്നെ ഗംഭീരമായിരുന്നല്ലോ. അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് ദർശിച്ചിട്ടില്ലാത്തൊരു ജനക്കൂട്ടം. പ്രകൃതി തന്നെ കോപിച്ചൊക്കെ നിന്നപ്പോഴും ജനക്കൂട്ടം അവിടെ ഓടിയെത്തി എന്നുള്ളതൊരു കാര്യം. രണ്ടാമത് ഇങ്ങനെ സ്മൂത്തായിട്ടൊരു മന്ത്രിസഭ രൂപീകരണം സമീപ ഭാവിയിൽ നടന്നിട്ടില്ല. എന്തെങ്കിലും തർക്കങ്ങൾ, കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു.
ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതാനും മിനിറ്റുകളെന്ന് തന്നെ പറയാം. അതെ അതെ. അന്ന് രാവിലെ യോഗം ചേരുന്നു, മന്ത്രിമാരെ എല്ലാം തന്നെ നിശ്ചയിക്കുന്നു, അതിനു മുമ്പ് പാർട്ടികൾ മന്ത്രിമാരെ നിശ്ചയിക്കുന്നു, വകുപ്പ് വിഭജനം നടത്തുന്നു. എല്ലാം ഏതാനും മണിക്കൂറുകൾക്കകത്ത് വളരെ ഫലപ്രദമായിട്ട് നിർവഹിക്കാനും അത് ഒക്കെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. തുടക്കം നന്നായാൽ അതിൻ്റെ പ്രയാണവും നന്നായിരിക്കുമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്. ആ ചൊല്ല് അന്വർത്ഥമാകുന്ന തരത്തിൽ തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അന്ന് തന്നെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനങ്ങൾ തന്നെ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. വിശേഷിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, യുവാക്കൾ അവരാഗ്രഹിച്ചതായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം യഥാർത്ഥത്തിൽ ഈ തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കളെ പറ്റിക്കുകയായിരുന്നു UDF. വിശേഷിച്ച് ലക്ഷങ്ങൾ പരീക്ഷ എഴുതി 10,000 മാർക്ക് വാങ്ങി അത് ഇൻ്റർവ്യൂ നടന്ന് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളെ 6 മാസം റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊടുത്ത് സാന്ത്വനിപ്പിക്കുന്ന വളരെ വളരെ മോശപ്പെട്ട എന്ന് വെച്ചാൽ കബളിപ്പിക്കലിൻ്റെതായിട്ടുള്ള പുതിയ ഒരു കൾച്ചർ തന്നെ യഥാർത്ഥത്തിൽ ആ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്താണ്. 6 മാസം റാങ്ക് നീട്ടിക്കൊടുത്തിട്ട് അവരെല്ലാം വിളിച്ചു വരുത്തി ലഡു വിതരണം ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. 6 മാസം നീട്ടിക്കൊടുത്തതിന് ലഡു വിതരണം ചെയ്യുക, ആരെയും എടുക്കാതെ റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെടുക, നിലവിൽ വേക്കൻസികളൊന്നും തന്നെ നികത്താതിരിക്കുക, അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിയമന നിരോധനം നടപ്പിലാക്കുക. നിയമന നിരോധനം നടപ്പിലാക്കുന്ന പരസ്യമായിട്ട് പറയാതിരിക്കുക. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനോടും പറയുകയാണ് ഒരൊറ്റ വേക്കൻസി ഇങ്ങോട്ട് PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്തിനാ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ PSC അഡ്വൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാക്സിമം 3 മാസമാണ്. ആ 3 മാസത്തിനകത്ത് അവർക്ക് ജോലി കൊടുത്തിരിക്കണമെന്നുള്ളത് നിലവിലുള്ള വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ട കാലമായിരുന്നു ഇത്. ആയിരക്കണക്കിന് ആളുകൾക്ക് അഡ്വാൻസ് പേ വഹിച്ചിട്ട് അതൊന്നും തന്നെ നിയമനം നടത്തിയിട്ടില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ നിയമനം പ്രതീക്ഷിച്ച് വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഭാവിയിൽ ഒരു തൊഴിലിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നതായിട്ടുള്ള നമ്മുടെ നാട്ടിലെ യുവസമൂഹം, അവർക്കെല്ലാം തന്നെ ഒരു പ്രചോദനമായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനം തന്നെ. 10 ദിവസത്തിനകത്ത് എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണം. ഓരോ ദിവസവും ചീഫ് സെക്രട്ടറി ആ ഒഴിവുകൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ചെറുപ്പക്കാരികളുണ്ട് തൊഴിൽ കിട്ടുന്നതായിട്ടുള്ളൊരു പുതിയ സാഹചര്യം വരികയാണ്. അതുപോലെ ജിഷ വധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര വേദനിപ്പിച്ചതായൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം. പിന്നെ ഈ മന്ത്രിമാരെ വരവേൽക്കുന്നതിന് വേണ്ടി നടത്തുന്നതായിട്ടുള്ള മോശം രീതികൾ നമ്മുടെ നാട്ടിൽ വിമർശനത്തിന് വിധേയമായിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് നിർത്തുക, പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി താലപ്പൊലിയുമായിട്ട് മണിക്കൂറുകൾ ഈ മന്ത്രി വരുന്നതും കാത്തു നിൽക്കുക, അതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള തീരുമാനം. അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യേണ്ടതില്ല എന്ന് ഒരു തീരുമാനം തന്നെ എടുത്തറിയിക്കുക. ആരെങ്കിലും ഒരാൾ ചെയ്യുക വേറൊരാൾ ചെയ്യാതിരിക്കുക എന്ന നിലയിലല്ല. നമുക്ക് മിനിസ്റ്റേഴ്സിൻ്റെ പരിപാടിയിൽ അതിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് നില സ്വീകരിക്കുക. 5 ദിവസം മന്ത്രിമാർ തലസ്ഥാനത്ത് തന്നെ ഉണ്ടാകണം, ഓഫീസിലുണ്ടാവണം, വിഷയങ്ങൾ പഠിക്കണം, കാര്യങ്ങളിൽ ഇടപെടണം, അല്ലാതെ ഊരു ചുറ്റി നടക്കലല്ല വേണ്ടത് എന്ന തീരുമാനം. വൻ പ്രതീക്ഷയാണ്. നിശ്ചയമായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗവൺമെൻറ് വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു തുടക്കം നടത്തിയെന്ന് നമുക്ക് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന തരത്തിലായി ആരംഭം എന്ന് പറയുന്നത്. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് വൈദ്യുതി. നമ്മുടെ പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ വൈദ്യുതി ഉപഭോഗം വളരെയധികം വർദ്ധിക്കുകയും ഉൽപ്പാദനം തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. ഈ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ആശയങ്ങളാണ് ഇപ്പോൾ തുടക്കത്തിൽ തോന്നുന്നത്? ഞാൻ ഇന്നലെ ചുമതലയേറ്റെടുത്തതിന് ശേഷം ഇന്നലെ തന്നെ വൈദ്യുതി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടെല്ലാം ഒരു കൂടിയാലോചന നടത്തി. അവരെ ഞാൻ കേൾക്കുകയായിരുന്നു. ഞാനൊന്നും സംസാരിച്ചില്ല, അവരെ കേൾക്കുകയായിരുന്നു. അവർ പറയാനുള്ളതെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലം വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ വലിയൊരു പരാജയം ഗവൺമെൻറ് സംഭവിച്ചു എന്നുള്ളതാണ്. പഴയ കാലത്തെ പദ്ധതികൾ പോലും, അതായത് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ച് തുടക്കമിട്ട പദ്ധതികൾ പോലും പലതും പാതി വഴിയിൽ നിൽക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. പൂർത്തീകരിക്കാത്തതായിട്ടുള്ള നിരവധി പദ്ധതികൾ, പുതിയ ഒരു പദ്ധതിയും ഇപ്പോൾ ഇല്ല യഥാർത്ഥത്തിൽ. ചെറിയ പദ്ധതികളല്ലാതെ, വളരെ 1 മെഗാവാട്ട് 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കൊച്ചു പദ്ധതികളല്ലാതെ വലിയ പദ്ധതികളൊന്നും തന്നെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ
യഥാർത്ഥത്തിൽ വൈദ്യുതി രംഗത്ത് ഉൽപ്പാദന മേഖല സ്റ്റാഗ്നേഷൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നിലനിൽക്കുകയാണ്. അത് പരിഹരിക്കുക, ഈ നിലവിൽ നിന്നുപോയ പദ്ധതികൾ നിൽക്കാനിടയായ സാഹചര്യം എന്താണ്, അത് കൊണ്ടുപോവുക, അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുക. പുതിയ പദ്ധതികളെ സംബന്ധിച്ച് ഒരു എല്ലാ രൂപത്തിലുള്ള പദ്ധതികൾ നമുക്ക് ആവശ്യമാണ്. അതിൽ ഒരു വലിയ പദ്ധതി നമുക്ക് ആവശ്യമാണ്. അതെങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിയും, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് ആരംഭിക്കുക. മന്ത്രിസഭ ആകെ തന്നെ കൂട്ടായിട്ട് ആലോചിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമാണ്, ഒരു വകുപ്പിൻ്റെ മാത്രം വിഷയമായിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു കൂട്ടായ്മ അക്കാര്യത്തിൽ വേണ്ടി വരും. കാര്യം അത്തരം ഒരു വലിയ പ്രോജക്റ്റ് ഇല്ലാതെ ഭാവി വിഷമായിരിക്കും. എല്ലാ കാലത്തും മറ്റ് കൂടംകുളത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നമുക്ക് വൈദ്യുതി വാങ്ങി ഉപഭോഗം നടത്താമെന്ന് ധരിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്നത്തേതിൻ്റെ 4 ഇരട്ടി വില കൊടുത്ത് വൈദ്യുതി വാങ്ങുകയും നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനത് ഈ ആശയം എല്ലാവരുമായിട്ട് പങ്കുവച്ചിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു 1/2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള മേഖല മുതൽ വലിയ തോതിലുള്ള പ്രോജക്റ്റുകൾ വരെയുള്ള നിലയിലേക്ക് അതിൻ്റെ എല്ലാ മേഖലകളിലെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പാദന രംഗത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ 48 മണിക്കൂറിലെ ഒരു പരിചയം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന കാലത്ത് ആ ഒരു കാലവും ഇപ്പോഴത്തെ പിന്നീട് വന്ന ഇത്രയും വർഷത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഉൽപ്പാദിപ്പിച്ച അത്രയും പുതിയ ആയിട്ട് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി പിൽക്കാലത്ത് വന്ന ഒരു മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായിട്ടുമില്ല. ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അദ്ദേഹം ഈ ചുമതല ഏൽപ്പിച്ചത് ആശ്വാസം തരുന്നൊരു കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിന് തന്നെ ഈ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വേണ്ടവണ്ണം മോണിറ്റർ ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിന് ലീഡ് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഊർജ്ജമാണ് സ്റ്റേറ്റിൻ്റെ വളർച്ചയുടെ ബേസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഊർജ്ജ മേഖല എവിടെയെങ്കിലും തകർച്ച നേരിട്ട സംസ്ഥാനം ഇരുട്ടിലായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇക്കാര്യത്തിലുണ്ട് ഈ ഊർജ്ജത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഈ മേഖലയിൽ നിന്ന് നിൽക്കുന്നതായിട്ടുള്ള സ്റ്റാഗ്നേഷൻ അവസാനിപ്പിച്ച് ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വം സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ആതിരപ്പള്ളി പദ്ധതി എടുത്താൽ തന്നെ 2 വട്ടം പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടി. പക്ഷേ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ UDF സർക്കാർ അതിലൊന്നും ചെയ്തിട്ടില്ല. ഈ പരിസ്ഥിതിവാദികളുടെ ഒരു വലിയ എതിർപ്പുമുണ്ട്. ഈ പല പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുമ്പോഴും പരിസ്ഥിതിവാദികളുടെ ഭാഗത്തു നിന്ന് പല തടസ്സങ്ങളും ഉണ്ടാകും. അതിനെ എങ്ങനെ പരിഹരിക്കുക? അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ, അതോ എന്താണ് മനസ്സിലുള്ളത്? നമ്മുടെ പ്രകടന പത്രികയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമുണ്ട്, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം. അത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ. അപ്പോൾ പരിസ്ഥിതിയെ വല്ലാതെ മലിനപ്പെടുത്തുകയും പരിസ്ഥിതിയെ വല്ലാതെ ദോഷപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആതിരപ്പള്ളി പദ്ധതിക്ക് പരിസ്ഥിതി വകുപ്പിൻ്റെ ക്ലിയറൻസ് 2 പ്രാവശ്യം കിട്ടി. അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാർ കരുതുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ കരുതുന്നു. അതിൻ്റെ ആ കോൺട്രഡിക്ഷൻ എന്താണെന്ന്, പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലെ വൈജ്ഞാനിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവരുമായിട്ട് കൂടുതൽ ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ദോഷം വരാതെ ആതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ, സാധിക്കുമെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ചീമേനി പദ്ധതി, അതും ഏറെ നാളായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരിതാണ്. അതും വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, അതിനെക്കുറിച്ചും അതും ഒരു പ്രാഥമികമായിട്ടുള്ള ആലോചന നടന്നു. ചീമേനിയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്കതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ കൽക്കരി കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള നിരവധി സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. അവിടെ ഇത് പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, വെറും ഒരു പദ്ധതി അങ്ങോട്ട് നടപ്പിലാക്കൽ മാത്രമാകാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാക്കിയെടുക്കാനായിട്ട് സാധിച്ചാൽ അവിടെ ഇപ്പോൾ സ്കൂള്, കോളേജുകൾ, അതുപോലെ തന്നെ കുടിവെള്ളം, ടൗൺഷിപ്പ്, ഒരു വലിയ ടൗൺഷിപ്പായിട്ടൊക്കെ വികസിപ്പിച്ച് അത് തങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയി കണ്ടത് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. നമുക്കിപ്പോൾ ഒരു കാര്യവും ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഈ ഗവൺമെൻറ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഗവൺമെൻറ്. ജനഹിതത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ ഏത് സംഗതിയെ സംബന്ധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഉത്തര മലബാർ നേരിടുന്നതായിട്ടുള്ള വലിയ പ്രതിസന്ധിയുണ്ട് വൈദ്യുതി രംഗത്ത്.
അവിടെ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, വേണ്ടത്ര വോൾട്ടേജ് ഇല്ല. വൈദ്യുതിയുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെ പിന്നാക്കമാണ് യഥാർത്ഥത്തിൽ ഉത്തര മലബാർ. കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻഡോസൾഫാൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇതിലൊരു പേടിയുണ്ടെന്നു. അത് അങ്ങനെയൊക്കെ ആയിരിക്കാം. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയല്ല. നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ ചവറിൻ്റെ പ്രശ്നം പറയുന്നത് പോലെയാണ്. വിളപ്പിശാല പൊട്ടിയതോടുകൂടി ഒരു ചെറിയ യൂണിറ്റ് പോലും ആരംഭിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ പകരം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് അവിടെ പൂട്ടിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഏകപക്ഷീയമായിട്ട് പൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ധരിക്കുന്നത് ഈ ചവർ സംസ്കരണശാല വേണ്ട, അവിടെ നമ്മുടെ പ്ലാസ്റ്റിക് ഷെഡിങ് മെഷീൻ സ്ഥാപിക്കാൻ വേണ്ടി പോലും ചില സ്ഥലത്ത് തർക്കം പറയുകയാണ്. പ്ലാസ്റ്റിക് കട്ട് ചെയ്യുന്ന ഷെഡിങ് മെഷീൻ. അപ്പോൾ ആളുകളെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ എന്തായിരുന്നാലും സിമേന്റിൻ്റെ പ്രശ്നം ഒരു ഗൗരവ പ്രശ്നം തന്നെയാണത്. രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. വളരെ കൂട്ടായിട്ട് എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കേണ്ടതാണ്. അവരെ വിശ്വാസത്തിലെടുത്തും അവർക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. വൈദ്യുതിയുടെ കാര്യം വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് വൈദ്യുതി നിരക്ക് കൂട്ടുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ UDF സർക്കാർ 4 തവണ വൈദ്യുതി നിരക്ക് കൂട്ടി. ഈ സർക്കാർ വൈദ്യുതി നിരക്ക് കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ എടുത്തിയാടി പറയാൻ പറ്റില്ല? അത് പറ്റില്ല. റെഗുലേറ്ററി അതോറിറ്റി ആണല്ലോ ഇപ്പോൾ ഈ നിരക്കിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. എന്നാലും ഗവൺമെൻറ്റിന് സേ ഉണ്ട്. അതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് ഗവൺമെൻറ്. കഴിഞ്ഞ LDF സർക്കാർ ആ കാര്യത്തിൽ വളരെ 5 വർഷക്കാലവും വൈദ്യുതി വർദ്ധിപ്പിക്കാതെ ആ ഒരു സമീപനം തുടരാൻ ആ സമീപനം തന്നെയായിരിക്കും ഈ ഗവൺമെൻറ്റും തുടരുക. അല്ല, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഈ വൈദ്യുതി ഓഫീസുകൾ ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഓഫീസാണ്, അതൊരു സൗഹൃദ ഓഫീസാക്കി മാറ്റാനുള്ള ശ്രമം നടന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം അത് അത്ര രീതിയിൽ വിജയിച്ചെന്ന് തോന്നുന്നില്ല. ജനങ്ങൾ വരുമ്പോൾ അവർക്ക് നല്ലൊരു സമീപനം ഓഫീസിൽ നിന്ന് കിട്ടാൻ, അല്ലെങ്കിൽ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം വൈകാതെ നൽകാനുള്ള ഒരു സംവിധാനം, അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കും. എനിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് 2 മെസ്സേജസ് തന്നെ വന്നു. ഈ 2 ഓഫീസുകളെ സംബന്ധിക്കുന്ന പരാതികളാണ് ആളുകൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഞാൻ ജീവനക്കാരുടെ പ്രതിനിധികളുമായിട്ടൊക്കെ കൂടിയാലോചനയ്ക്ക് തയ്യാറാവാൻ പോവുകയാണ്. ഉടനെ തന്നെ അവരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഉള്ള ജീവനക്കാരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ജനങ്ങളുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കണം, സ്നേഹപൂർവ്വം പെരുമാറണം. ഒരു പരാതി വന്നാൽ ആ പരാതിക്ക് പരിഹാരമുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ചില സംവിധാനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ആ സംവിധാനങ്ങൾ ഫലപ്രദമാകുന്നില്ല. അത് ഈ ജീവനക്കാരുടെ സഹകരണത്തോടുകൂടി മാത്രമേ സാധിക്കൂ. മെച്ചപ്പെട്ട ഒരു സേവന വേതന വ്യവസ്ഥയെല്ലാം നിലനിൽക്കുന്നതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്ക് മെച്ചപ്പെട്ട ഒരു സേവന വേതന വ്യവസ്ഥ ഉള്ളപ്പോൾ തന്നെ ജനങ്ങളോട് ഏറ്റവും നന്നായിട്ട് കമ്മിറ്റഡായിട്ട് സഹകരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകൾ ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനങ്ങളാണ്. അവരെല്ലാം തന്നെ അക്കാര്യത്തിൽ ഉള്ള കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചത്. മാത്രമല്ല അവിടുത്തെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഔദ്യോഗിക യൂണിയൻ CITUവിൻ്റെ ആണ്. CITU യൂണിയൻ തന്നെയാണ് മേജർ യൂണിയൻ. AITUCക്ക് അംഗീകാരമുണ്ട്, INTUCക്ക് അംഗീകാരമുണ്ട്. അംഗീകാരമുള്ള 3 ട്രേഡ് യൂണിയനുകളുണ്ട്. ആ 3 ട്രേഡ് യൂണിയനുകളും ഒരേ മനസ്സോടുകൂടി ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി രംഗത്ത് വന്നാൽ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ അവരെ വിളിച്ച് ഞാൻ സംസാരിക്കാൻ പോവാണ്. അവർ ഇപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ചില സ്ഥലത്തെ പോരായ്മകളാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ അവർ നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നമായിട്ട് ഉയർന്നു വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമായിരുന്നു എമർജൻസി. അതായത് ഇപ്പോൾ ഒരു വൈദ്യുതി പോയെന്ന് വിളിച്ച് പറഞ്ഞാൽ രാത്രിയിലുടനീളം ഒരു പ്രത്യേക വിഭാഗം അതിനുവേണ്ടി വണ്ടിയിൽ പോയി ഉടൻ പരിഹരിച്ചു കൊടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് നിർത്തലാക്കി. തിരുവനന്തപുരത്തൊക്കെ അത് വലിയ രീതിയിൽ ഫലപ്രദമായി നടന്നു വന്നൊരു സംവിധാനമായിരുന്നു. അത് പുനഃപരിശോധിക്കും. നമുക്ക് പുനഃപരിശോധിക്കാവുന്നതാണ്. അത് ആവശ്യം തന്നെയാണ്. ഒരു മൊബൈൽ ഒരു യൂണിറ്റ് അത്തരത്തിൽ എവിടെയാണോ നമുക്കിങ്ങനെ ഒരു പരാതി വരുന്നത് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നാൽ മതിയല്ലോ. നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉള്ളതാണല്ലോ. അതിന് ഓഫീസർമാരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ആവശ്യമായിട്ട് തീരുമാനം. അതുപോലെ തന്നെ ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചെങ്കിലും വൈദ്യുതി ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു സാമ്പത്തിക വശം വിശദമായിട്ട് പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുള്ളൂ. അങ്ങയുടെ മറ്റൊരു പ്രധാന വകുപ്പ് ദൈവത്തിൻ്റെ വകുപ്പാണ്, ദേവസ്വം വകുപ്പ്. അങ്ങ് ഒരു വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. എന്തായിരിക്കും അതിന് കൊടുക്കുന്ന ഒരു പ്രത്യേകത? ഏത് രീതിയിലായിരിക്കും? എന്തായിരിക്കും ആദ്യത്തെ തീരുമാനം വല്ലതും കൈക്കൊണ്ടോ? യഥാർത്ഥത്തിൽ മിനിസ്റ്റർ ആയതിനു ശേഷം ഇന്ന് ഞാൻ ഒപ്പുവെച്ച ആദ്യ തീരുമാനം ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഈ തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രമുണ്ട്. ഈ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന്
ഭക്തർ വരുന്ന ഒരു അമ്പലം അത്. അതെ അതെ. അവിടെ ഈ ബലി ഇടുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് കൺജക്ഷൻ വളരെ വലുതാണ്. അവിടെ ഈ ബലിക്കടവുകൾ, അപ്പോൾ ബലിക്കടവുകളുടെ എണ്ണം കൂട്ടാനും ബലി തർപ്പണത്തിന് വരുന്നതായിട്ടുള്ള ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ക്ഷേത്ര സമിതിയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടത്തി വരികയായിരുന്നു. അത് ഇടക്കാലത്ത് ഒരു കേസിലെല്ലാം പെട്ടുനിന്ന് പോയി. കോടതി ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നുള്ള നിലയിൽ വന്നു. കോടതിയുടെ അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം, ഗവൺമെൻറ് തീരുമാനിക്കാം എന്ന പരാമർശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവകുപ്പിനോട് ഉപദേശം തേടി ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ 1 ഏക്കർ 10 സെൻറ്റ് ഭൂമി ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് എൻ്റെ യഥാർത്ഥത്തിൽ ഈ ഫയലിൽ ഒപ്പുവെക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത്. ആദ്യത്തെ തീരുമാനം ദൈവത്തിനുള്ളതാണ്. ആദ്യത്തെ തീരുമാനം ദൈവത്തിനും ഭക്തർക്കും വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കുറച്ച് ക്ഷേത്രങ്ങൾക്ക് വലിയ വരുമാനവും വളരെ കുറച്ച് മറ്റ് ക്ഷേത്രങ്ങൾക്ക് വലിയ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അന്നേരം ഇത് ഏകോപിപ്പിച്ച് ഇതൊക്കെ പ്രവർത്തിപ്പിക്കണമെന്ന് ആലോചനയുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള തലത്ത് നിൽക്കുന്നവരാണ്. ഇപ്പോൾ കൂടൽ മാണിക്യ ക്ഷേത്രം വളരെ പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്, പക്ഷെ വരുമാനം വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഗുരുവായൂർ ക്ഷേത്രം നല്ല വരുമാനവും പ്രശസ്തിയും വരുമാനവും ഉണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതിൽ തന്നെ ദേവസ്വം ബോർഡിൽ ചില ക്ഷേത്രങ്ങളിൽ നല്ല വരുമാനമുണ്ട്, ചില ക്ഷേത്രങ്ങളിൽ വരുമാനമില്ല. മലബാർ ദേവസ്വം അത് ഒരു വരുമാനവും ഇല്ല. ഗവൺമെൻറ് റവന്യൂ നിന്ന് എടുത്തു കൊടുത്താൽ മാത്രം നടത്താൻ കഴിയുന്ന നിലയിലാണ്. അപ്പോൾ ഈ തരത്തിൽ വിവിധ ദേവസ്വങ്ങളുടെ പ്രശ്നങ്ങൾ വെവ്വേറെയാണ്. അത് വെവ്വേറെ പഠിച്ച് തന്നെ അതിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം ശബരിമലയാണ്. അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്നുള്ളൊരു വാദം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സ്ത്രീകളെ വിവേചനത്തോടുകൂടി മാറ്റി നിർത്താൻ പറ്റില്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അത് വിശ്വാസികളുടെ ഇതെന്നുള്ള രീതിയിൽ ഒരു വ്യക്തതയില്ലാത്ത നിലപാടായിരുന്നു. ഈ കാര്യത്തിൽ CPM പ്രത്യേകിച്ചൊരു നിലപാടുണ്ട്. എന്തായിരിക്കും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ ഒരു സമീപനം? ഇതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഒരു പരാമർശമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രവേശിപ്പിച്ചുകൂടെ എന്ന ഓപ്പൺ കോർട്ടിലെ ഒരു ചോദ്യം. ആ ചോദ്യമാണ് കുറച്ച് വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തീരുമാനം നടപ്പിലാക്കേണ്ടതല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ മേഖലയിൽ ഒരു പൊതു തീരുമാനമെടുക്കുന്നതിന് സഹായകരമായ തരത്തിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പൊതുവായിട്ട് തീരുമാനം, ആർക്കും ഒരു കൺഫ്രണ്ടേഷൻ ഒന്നും ഉണ്ടാകാതെ പൊതുവായിട്ട് തീരുമാനമെടുക്കുക. അതായത് രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പരാമർശം നടത്തുമ്പോൾ അതൊരു വിവേചനമാണെന്ന് തോന്നിയിട്ടില്ലേ? നിശ്ചയമായിട്ട് അത് വിവേചനം തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതെല്ലാം തന്നെ അമ്പലത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ. ചില എതിർപ്പുകൾ ഉടൻ തന്നെ വന്നു. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ തന്നെ നടപ്പിലാക്കാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത് തീരുമാനമൊന്നുമല്ല, ഏതായാലും അതിനെ സംബന്ധിക്കുന്ന ഒരു നല്ല ഒരു ചർച്ച ആവശ്യമാണ്. വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഊനം തട്ടുന്ന തരത്തിലുള്ള അടിച്ചേൽപ്പിക്കൽ സമ്പ്രദായമൊന്നും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. കേരളത്തിലെ ഒരു പ്രബല അമ്പലങ്ങളെ ആശ്രയിക്കുന്നത് മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ നമ്മൾ കാണുന്ന സ്ത്രീകളെയാണ് കാണുന്നത്, പുരുഷന്മാരെയല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം മാനിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എന്താണ് വേണ്ടത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അത് ശബരിമല സന്നിധാനവും അയ്യപ്പനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് ഉചിതമായി തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് എൻ്റെ കാര്യത്തിലൊരു ഉറച്ച തീരുമാനമായിരിക്കും നിശ്ചയമായിട്ടും ഉണ്ട്. പക്ഷേ അതിനെല്ലാം പറ്റുന്ന തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അല്ലാതെ ഒരു വിദ്വേഷത്തിന്റെ പാതയിലേക്ക് പോകില്ല, ഒരിക്കലും ഇല്ല. അത് അങ്ങനെ വിദ്വേഷത്തിന്റെ പാതയിലേക്ക് പോകേണ്ട ഒരു ഇടമല്ല ഈ അമ്പലങ്ങളും ക്ഷേത്ര അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പറയുന്നത്. വിശ്വാസികൾക്കിടയിൽ തന്നെ അങ്ങേപോലെ ഒരു പാർട്ടി നേതാവ് മന്ത്രിയായിട്ട് വരുമ്പോൾ ചിലപ്പം സ്വാഭാവികമായിട്ട് കടുത്ത വിശ്വാസികൾക്ക് ഉത്കണ്ഠകൾ കാണാം. അതിപ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഞാനിപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒപ്പുവെച്ചത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ്. ആദ്യത്തെ എൻ്റെ ഫയൽ ഒപ്പുവെച്ചതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ നിലപാട്. എല്ലാ വിശ്വാസികളുടെയും, അതിപ്പോൾ ഹിന്ദുമത വിശ്വാസികളുടെ മാത്രമല്ല, ഇസ്ലാം മത വിശ്വാസികളായിരുന്നാലും ശരി, ക്രിസ്തുമത വിശ്വാസികളായിരുന്നാലും ശരി, ഇനി ബുദ്ധമത വിശ്വാസികൾ, ഏത് വിശ്വാസികളായിരുന്നാലും അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനായിട്ടുള്ള പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അത് തന്നെയാണ് ഈ കാലമത്രയും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൽ അംഗമായി എന്നുള്ളത് കൊണ്ട് അതിലൊന്നും ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പരാതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ വലിയ വിവേചനം, അതായത് ജാതിപരമായിട്ടൊക്കെയുള്ള
വിവേചനം ഉണ്ടാകുന്നതായിട്ട് ഇടയ്ക്കൊക്കെ പരാതികളുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കൂ. LDF ഗവൺമെൻറ് കാലത്ത് അത്തരം പരാതികൾ കഴിഞ്ഞ പരിഹരിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ കാര്യം പറയാം. അതെ, LDF ഗവൺമെൻറ് കാലത്ത് അത്തരം പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്താൻ. അപ്പോൾ PSCക്ക് ഒരു വ്യവസ്ഥയുണ്ടല്ലോ. PSCക്ക് നിയമനം വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്ക്ലോഗ് നികത്തുക എന്നുള്ളത് പോലും PSCയുടെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ്. നിയമനങ്ങളിൽ ഈ സാമുദായിക സംവരണങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അല്ല വ്യവസ്ഥകൾ പാലിച്ചാണോ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ PSCക്ക് വിട്ടിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അങ്ങനെയൊക്കെ പരിശോധന നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് PSCക്ക് വിട്ടു. പക്ഷേ PSCക്ക് വിട്ടെങ്കിലും അതെന്താ പിന്നെ ഈ അമ്മാത്തുനിന്ന് ഇറങ്ങി ഇല്ലത്ത് എന്നില്ല എന്ന മട്ടിൽ തീരുമാനമെടുത്തു. പക്ഷേ PSCയിലേക്ക് എന്നില്ല. എന്നാൽ ഈ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അത്തരം ഒരു നല്ല തീരുമാനം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തത് ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി ഒരു വെള്ളാനിയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഞാനിന്ന് പരിശോധിക്കുമ്പോഴാണ് ചീഫ് സെക്രട്ടറി റാങ്കിൽ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളമൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഈ മെമ്പർമാർക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്, അവരുടെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും. എന്തിനു വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്? ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് PSCക്ക് വിടാൻ തീരുമാനിച്ച കാര്യം പിന്നെ ഒരു പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് അതൊരു ബാക്ക്ഡോർ ഏർപ്പാടാണ്. റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പിരിച്ചുവിടുമോ? റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യമില്ല, നമ്മുടെ ആവശ്യമില്ല. അത് തന്നെയാണ് LDFിൻ്റെ സമീപനം. അത് തന്നെയാണ്. ഞങ്ങൾ നേരത്തെയും ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വയ്ക്കുന്നതിന് എതിരായിട്ടൊരു നിലപാട് LDF എടുത്തിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു വെള്ളാനയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനിലെ 2-3 ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. അല്ലാതെ ഒരു ബോർഡും അതിൻ്റെ ഭാഗമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കി വലിയ ചിലവൊക്കെ ഉണ്ടാക്കി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു സെക്ഷന് PSCയിൽ ഇന്ന് നിലവിലുള്ള ഒരു സെക്ഷന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ഘട്ടത്തിൽ വരുന്നതായിട്ടുള്ള 10, 100, 200 വരുന്നതായിട്ടുള്ള ഒരു വേക്കൻസി നികത്തുക. പിന്നെ ഈ ബോർഡിന് വരെ ജോലിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നിയമപരമായിട്ട് വശങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ദേവസ്വം നിയമനം PSCക്ക് വിടുക എന്നുള്ളതാണ്. അത് ഉറപ്പാണ്. അടിയന്തരമായി ആദ്യത്തെ നിയമസഭയിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള നീക്കം നടത്തും. അങ്ങ് ഇപ്പം ദേവസ്വം വൈദ്യുതി മന്ത്രിയാണെങ്കിലും തലസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി കൂടിയാണ്. പൊതുവേ തലസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തലസ്ഥാനത്ത് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഭരണാധികാരികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അന്യ ജില്ലകളിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവർക്ക് തിരുവനന്തപുരത്തോടൊരു താല്പര്യമില്ലെന്ന് പറയാറുണ്ട്. ഇപ്പോൾ അങ്ങ് തിരുവനന്തപുരത്തുകാരനായ ഏക മന്ത്രിയായി വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രധാനമായിട്ടും മാലിന്യ സംസ്കരണം. എന്തായിരിക്കും സമീപനം എൻ്റെ അത്? യഥാർത്ഥത്തിൽ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിലും ശരി, അവരെല്ലാം തലസ്ഥാനത്തിൻ്റെ ദത്തുപുത്രന്മാരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടിട്ടുള്ളവരും എടുത്തു നോക്കിയാൽ എല്ലാവർക്കും, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഭൂമിയും വീടും ഇല്ലാതുള്ളൂ. ബാക്കി എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും എടുത്തു നോക്കിയാൽ വലിയ ഭൂമിയും വീടും ഒക്കെ വാങ്ങി തലസ്ഥാനത്ത് തന്നെ സ്ഥിരവാസം ആക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് തലസ്ഥാനത്തെ അങ്ങൊന്നും അവഗണിച്ച് ഇത് അവരുടെ നാടല്ലെന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു തലസ്ഥാനം എന്നുള്ള നിലയിലുള്ള പരിഗണന തിരുവനന്തപുരത്തിന് കൊടുക്കേണ്ടതാണ് എന്ന ഒരു ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാകാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ് തലസ്ഥാന നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ് തന്നെ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ ഉണ്ടാകുന്നത്, തലസ്ഥാന നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഹെഡ്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അതെടുത്ത് കളഞ്ഞു. അത് ഏറെയില്ല, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള മട്ടായി. അപ്പോൾ കൊണ്ടുവന്ന ആ ഒരു പ്രയോറിറ്റി കൊടുത്തു കൊണ്ടുവന്നത് ഇല്ലാതായിപ്പോയി. അത് പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. തലസ്ഥാന നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഹെഡും പദ്ധതികളും ഒക്കെ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റേ കഴിഞ്ഞ ഗവൺമെൻറ് LDF ഗവൺമെൻറ് തുടർച്ചയാണ് ഈ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം കൊടുക്കും. ഞങ്ങൾ ഇവിടെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. പിന്നെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ബഹുമുഖമായ പദ്ധതികളാണ് ഈ തലസ്ഥാന നഗരത്തിൽ ഞങ്ങളുടെ പാർട്ടി വിശേഷിച്ച് ബഹുജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്തിയത്. ഉറവിടത്തിൽ മാലിന്യം അതൊക്കെ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ഒരു നല്ല അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ മാലിന്യം ഒരു തീരാശാപമാണ്, വലിയ പ്രശ്നമാണ്. അത് റോഡിൽ കൊണ്ട് തള്ളാനുള്ളതല്ല, നമുക്ക് വീട്ടിൽ തന്നെ സംസ്കരിക്കേണ്ടതാണെന്നൊരു ബോധമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം പോലുള്ള പ്രോജക്റ്റുകൾ മാത്രമായിട്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു പൊതുവായിട്ടുള്ള മാലിന്യ സംസ്കരണം ഏറ്റവും ആധുനികമായിട്ടുള്ള, അതിന് എത്ര കോടി ചെലവഴിച്ചാലും ശരി, ഏറ്റവും ആധുനികമായിട്ടൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നമുക്ക് ആവശ്യമാണ്. അത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയേ നമുക്ക് ആ പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തും. നഗരവികസനം പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലത്തിലധികം സമരം ചെയ്ത നഗരവികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സമരം ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ഓണത്തിനും വാവിനും സംക്രാന്തിക്കും
ക്രിസ്മസിനും എല്ലാം ഞങ്ങൾ സമരരംഗത്തായിരുന്നു. ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഒരു പന്തലും കെട്ടി ദിവസവും 200-250 ആളുകൾ വിളിച്ചിരുത്തി ഏതാണ്ട് ഒരു വർഷക്കാലത്തുള്ള സമരം ചെയ്തൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ വകുപ്പ് വേറെ ആണെങ്കിലും ഈ കരമന കളിക്കവിള റോഡിൻ്റെ വികസനം തിരുവനന്തപുരം വിമാനത്താവളത്തോടുള്ള ആവണം. അതൊക്കെ പാർട്ടി പണ്ട് അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴൊക്കെ വിഷയം പലപ്പോഴും ഞങ്ങൾ എടുത്തിട്ടുള്ളത് തന്നെയാണ്. കരമന കളിക്കവിള റോഡ് എത്രയോ കാലത്തിന് മുമ്പ് തീർക്കേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് പോകുമ്പോഴത്തേക്ക് ലാൻഡ് അക്വിസിഷൻ നടപടികൾ തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ച് ഒരു മട്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്സൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രാവച്ചമ്പലം കഴിഞ്ഞ് കളിക്കാവിള വരെയുള്ള റോഡ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് ഒന്നും തന്നെ ആളുകൾ കൊടുക്കാൻ തയ്യാറാണ്. ജനങ്ങൾ സ്വമേധയാ സഹകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷമമില്ല. കാരണം മാർക്കറ്റ് വില കൊടുക്കുകയാണ്. അല്ലാതെ പൊന്നും വിലയ്ക്കെടുക്കുക എന്നൊക്കെ പറയുന്ന സമ്പ്രദായത്തിൽ ആളുകളുടെ ഭൂമി തട്ടിപ്പറിക്കുകയല്ല. വളരെ ആകർഷകമായിട്ടുള്ള ഒരു പാക്കേജാണ് ആ പാക്കേജ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ആകെ ഈ പ്രാവച്ചമ്പലം വരെ വന്ന് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ടിലിനെ കൈമാറി. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രാവച്ചമ്പലം വരെ വേഗതയിൽ വരുന്ന വാഹനം പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ആളുകൾക്ക് ഭയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. കാരണം ബാലരാമപുരത്തും അതുപോലെ തന്നെ വഴിമുക്കിലും അപ്പുറവും നെയ്യാറ്റിൻകരയിൽ അവിടെ ഇവിടെയൊക്കെ തന്നെ വാഹനങ്ങളിങ്ങനെ കൂട്ടിയിടിച്ച് നിൽക്കുന്നതായിട്ട് സ്ഥിതിയാണ്. അപ്പോൾ കരമന കളിക്കവിള റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിട്ട് ഇത് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തായിട്ട് കണ്ടു. 80,000 കോടിയോ? അതെ അങ്ങനെ 8,000 കോടിയുടെ വലിയ ബാധ്യത, കടബാധ്യതയിൽ കടക്കെണിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റായി ഈ സ്റ്റേറ്റ്. എന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വികസനത്തെക്കുറിച്ച് വായ്ത്താരിയിടുന്നവരാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തില്ല. ഇപ്പോൾ എയർപോർട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ അത് നടന്നിട്ടില്ല. നേരത്തെ നമ്മുടെ കാലത്താണ് ആ ഭൂമി ഏറ്റെടുത്തത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇടതുമുണ്ട കാലത്ത് നടന്നിട്ടുള്ളതാണ്. ഇപ്രാവശ്യവും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വകുപ്പുകൾ ഇത് രണ്ടുമാണെങ്കിലും തലസ്ഥാന വികസനത്തിന് വേണ്ടി അങ്ങ് വ്യക്തിപരമായിട്ട് തന്നെ നിശ്ചയമായിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ തലസ്ഥാന നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തും. എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. അതിലെല്ലാവരുടെയും സഹകരണം, മന്ത്രിമാരുടെ എല്ലാവരുടെയും സഹകരണം, സ്പീക്കറുടെ സഹകരണം ഒക്കെ തേടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. ആ നിലയിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അവരെല്ലാവരും സഞ്ചരിക്കുന്ന പാതയല്ലേ തലസ്ഥാനത്തിൻ്റെ പാതയെന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. വളരെ കാർക്കശ്യക്കാരനാണ്. അങ്ങനെയുള്ള പല പ്രചരണങ്ങളിലും മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വരാറുണ്ട്. പക്ഷേ അങ്ങ് ദീർഘകാലം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും CPM-ൻ്റെ സജീവ പ്രവർത്തകനും നേതാവ് എന്ന നിലയിലും അടുത്തിടപഴകിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? അത് അദ്ദേഹത്തെ വളരെ ദൂരെ നിന്ന് മാത്രം നോക്കുന്ന ചില ആളുകളുടെ അഭിപ്രായമാണ്. അദ്ദേഹത്തോട് അടുപ്പം എന്തെങ്കിലും അദ്ദേഹം നമ്മോട് അത് ഇത് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. അങ്ങനെ ചെയ്താലെന്താ, ഇങ്ങനെ ചെയ്താലെന്താ, ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ. അതല്ലേ നല്ലത്, ഇതല്ലേ നല്ലത് എന്നൊക്കെയാണ്. അല്ലാതെ നീ അത് ചെയ്യണം ഇത് ചെയ്യണം അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സ്നേഹസമ്പന്നനാണ് അദ്ദേഹം. കാര്യങ്ങൾ നല്ല മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഒരുപാട് കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച്, വികസനത്തെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിനൊരു 100 സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അദ്ദേഹം നടത്തുന്നത് യഥാർത്ഥത്തിൽ. അതെല്ലാം നടപ്പിലാക്കാൻ സാധിക്കും. അടുക്കുന്ന ആളുകൾക്ക് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കപ്പെട്ടതിന് ശേഷം പലരുടെ പ്രതികരണങ്ങളിൽ നിന്നും, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പലരുടെ പ്രതികരണങ്ങളിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ രാജകുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ തമ്പുരാട്ടി എന്നോട് പറയുമായിരുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു, മുഖ്യമന്ത്രി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല ഭരണം കാഴ്ചവെക്കണം, നാടിൻ്റെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. എന്നെ എന്തിനാണ് അദ്ദേഹം വിളിക്കുന്നത്? ഞാനാരാ, അദ്ദേഹം ആരാ? അപ്പോൾ എന്നെ എത്രമാത്രം അദ്ദേഹം എന്നെ എത്രമാത്രം ഇമ്പ്രസ് ചെയ്തിരിക്കുന്നു എന്ന തമ്പുരാട്ടിയുടെ വാക്കുകളിലൂടെ. അപ്പോൾ അവരും ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാവുക ഒരു കർക്കശക്കാരനായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളൊരു ആളാണ് എന്നായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. പിന്നെ ചില മാധ്യമങ്ങളെല്ലാം ചാർത്തി കൊടുത്തതായിട്ടുള്ള ചില വിശേഷണങ്ങളുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പിന്നെ ധാരണ
വളരെ വലുതാണ്. അതുപോലെ പലരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇന്ന് വൈകുന്നേരം തമ്പുരാട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് അടുത്ത് ചേർന്ന് നിൽക്കാൻ ഇടയാകുമ്പോഴാണ് ഒരു നേതാവിൻ്റേതായിട്ടുള്ള ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ സൗഹൃദം, സ്നേഹം, അല്ലെങ്കിൽ അങ്ങോട്ട് സഞ്ചരിക്കാനുള്ള വഴി കാണിച്ചു തരലൊക്കെ നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞത്. അതുവരെ അങ്ങായിരുന്നു ജില്ലാ സെക്രട്ടറി. ഈ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ BJP അക്കൗണ്ട് തുറന്നു. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ളതിനെ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? യഥാർത്ഥത്തിൽ അതെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ ഞങ്ങളുടെ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗം എനിക്കുമുണ്ട്. കാരണം ഞാൻ ആ ദിവസം വരെ അല്ലെങ്കിൽ ആ നാളുകൾ വരെ ജില്ലാ സെക്രട്ടറിയാണ് പ്രവർത്തിച്ചാൽ. പക്ഷെ നിയമത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനുണ്ടായ പരാജയമല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിക്കൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അത് മെച്ചപ്പെടുകയുണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 60,000 വോട്ട്, ഒരുപക്ഷെ സമീപത്ത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും അത്രയും വോട്ട് ഒരു സ്ഥാനാർത്ഥി പിടിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 60,000-ഓളം വോട്ട് കരസ്ഥമാക്കിയപ്പോൾ കേവലം 12,000 വോട്ട് UDF കരസ്ഥമാക്കി. എന്നുവെച്ചാൽ ഇതിൽ പരം അപമാനം. യഥാർത്ഥത്തിൽ UDFിൻ്റെ നേതാക്കന്മാർ ഈ ഒറ്റ കാര്യം കൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതാണ്. അത് സുധീരനോട് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി തന്നെ സംസാരിച്ചു. സർ, ഈ നിയമത്തെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണണം, നിങ്ങൾ അന്ധമായിട്ടുള്ള മാർക്സിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണരുത്. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കണം. ജയിക്കുന്നത് കോൺഗ്രസ്സോ ഞങ്ങളോ, നിങ്ങൾ ജയിച്ചോ, നമുക്ക് നന്നായിട്ട് മത്സരിക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കോൺഗ്രസ് മത്സരിക്കുമെന്നാണ്. എന്നിട്ട് എന്താ ചെയ്തത്? അവസാന നാളിൽ ഇടതുപക്ഷത്ത് നിന്നും കൂറുമാറി കാലുമാറി അപ്പുറത്ത് ചെന്ന കോൺഗ്രസ്സിന് പ്രവർത്തകന്മാർക്ക് ഒരിക്കലും തന്നെ എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കള്ള നാണയത്തെ അങ്ങോട്ട് കൊടുത്തു. കോൺഗ്രസ്സുകാരെല്ലാം ആ പ്രദേശം വിട്ടുപോയല്ലോ. ബൂത്തിൽ നിൽക്കാൻ ആളുണ്ടായിരുന്നില്ല ആ തെരഞ്ഞെടുപ്പ് ദിവസമെല്ലാം തന്നെ. അവരുടെ ഒരു രീതിയും സംസ്കാരവും അത് തന്നെയാണ്. ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾക്ക് സ്വാധീനമുള്ളിടത്ത് ഘടകകക്ഷി ജയിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ കേരള കോൺഗ്രസും BJP പിന്നെ ലീഗും എല്ലാം ഘടകകക്ഷികളാണ്. അവിടെയെല്ലാം ആ കേരള കോൺഗ്രസും ലീഗുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി അവർ തന്നെയാണ്. അവരോടൊപ്പം ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഘടകകക്ഷികളെ സഹായിക്കുന്ന നിലയൊന്നും അവർ സ്വീകരിക്കുകയല്ല. അത് അവരുടെ ഒരു സംസ്കാരമാണ്. ഇവിടെ ഈ ഇദ്ദേഹത്തെയും കൊണ്ട് നടന്ന് 2 ദിവസം കൊണ്ട് നടന്നിട്ട് ഇട്ട് കളഞ്ഞിട്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. സത്യത്തിൽ അപമാനമാണ്. സുധീരനടക്കമുള്ള ആളുകൾ, ഉമ്മൻചാണ്ടിയൊക്കെ തന്നെ ഇതിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതാണ്. കാര്യം ഇത് ഇത്രയും അപമാനകരമായിട്ട് എനിക്ക് യാതൊരു സംശയമില്ല. അതിൽ KPCC അധ്യക്ഷൻ എത്ര പങ്കുണ്ട്, ഉമ്മൻചാണ്ടിക്ക് എത്ര പങ്കുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് നല്ല പങ്കുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം ഇത്തരത്തിലൊരു ശൃഗാല ബുദ്ധി ഉള്ള ഒരാളാണ്. BJPയുമായിട്ടെല്ലാം തന്നെ സമരസപ്പെടാനും ഐക്യപ്പെടാനും നിങ്ങൾ വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അവിടെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP ഇരിക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു MLA സ്ഥാനം കൊടുത്താൽ മറ്റു സ്ഥലത്തൊക്കെ ഞങ്ങളെ താങ്ങിയാൽ മതി, സഹായിച്ചാൽ മതി എന്നുള്ള നിലയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരിക്കലും നിയമം പോലുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര ലാഘവത്തോടു കൂടി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടില്ല. BJP അക്കൗണ്ട് തുറക്കുന്നെങ്കിൽ തുറന്നോട്ടെ. മാർക്സിസ്റ്റ് വിരോധമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു അപ്രോച്ച്. അതുമായിട്ട് മുന്നോട്ട് പോവുക. CPMൻ്റെ സ്ഥാനാർത്ഥി അവിടെ തോറ്റാലും കുഴപ്പമില്ല, BJP ജയിച്ചാലും സാരമില്ല. ഈ മട്ട് വളരെ ലാഘവത്തോടു കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നോക്കിക്കാണാനായിട്ട് ഇവർ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അവർ ഒത്തു കളിച്ചത് തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തിയേ ഉള്ളൂ. ഇല്ലാത്ത ശക്തിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ആ ശക്തി ഇപ്പോഴും അവിടെയുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് 12,000 ചെല്ലുവാനും വോട്ടും മേടിച്ച് ബാക്കി വോട്ട് BJPക്ക് കൈമാറിയപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ അവർ ജയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. DYFIയുടെ അഖിലേന്ത്യാ നേതാവ്, അങ്ങനെ പോരാട്ടങ്ങളുടെ ഒരു പാതയിലൂടെ വളർന്നു വന്ന നേതാവാണ് അങ്ങ്. ഇപ്പോൾ ഈ മന്ത്രി പദത്തിലെത്തുമ്പോൾ എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്? സത്യത്തിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും ഒരു വർണ്ണാഭമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാലം യുവജന സംഘടന രംഗത്തെ പ്രവർത്തനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഞാൻ DYFI രംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ DYFI രംഗത്തുണ്ടായിരുന്നവരൊക്കെ ഇന്ന് CPMൻ്റെ വിവിധ തലങ്ങളിലെ നേതാക്കന്മാരാണ്. ഇത്ര മാനസിക ഐക്യത്തോടു കൂടി വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എടുത്തുകൊണ്ട് ചെറുപ്പക്കാർ സംഘടിപ്പിച്ച് അവരോടൊപ്പം ജീവിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു, അവരോടൊപ്പമായിരുന്നു.
വില്ലേജിലെ ആളുകളെ പോലും എനിക്ക് നന്നായിട്ട് ഒരു വില്ലേജിൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി ആരാണ്, സെക്രട്ടറി ആരാണ്, പ്രസിഡന്റ് എനിക്കറിയാം. അത്രയേറെ ഞാൻ ജില്ലയിലുടനീളം സംസ്ഥാനത്തൊക്കെ പൊതുവെ സഞ്ചരിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ദിശാബോധം സമ്മാനിക്കുന്ന തരത്തിലേക്ക് തന്നെ ഒരു വലിയ നിരയെ വളർത്തിയെടുക്കാനായിട്ട് ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എടുത്ത് നോക്കിയാൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിര എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നവരാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. വളരെ അഭിമാനവും സന്തോഷവും ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമാണ് തോന്നാറുള്ളത്. ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടാറുള്ളത് ഒരു ഗൃഹാതുരത്വമാണ്. നമ്മൾ പഴയ ഒരു ഓർമ്മകളും അല്ലെങ്കിൽ അവരോടൊപ്പം കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുടെ യോഗത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്ക് ആ ഗൃഹാതുരത്വം എപ്പോഴും എന്നെ നയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ഓർമ്മയെ സംബന്ധിച്ചുള്ളത്. ഈ ഓട്ടത്തിനിടയിൽ കുടുംബത്തിൻ്റെ പിന്തുണ എത്രമാത്രമുണ്ട്? യഥാർത്ഥത്തിൽ എൻ്റെ വൈഫും മക്കളും തന്നെയാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് വേറെ ഒരു വിഷയമില്ല. കുട്ടികളുടെ കാര്യമൊക്കെ വീട്ടുകാർ തന്നെ നോക്കും, വീട്ടിലെ കാര്യമൊക്കെ അവർ തന്നെയാണ് കൂടുതൽ നോക്കുക. പിന്നെ ഞാനും അവരെ കുറച്ച് ചില കാര്യങ്ങളിലൊക്കെ സഹായിക്കും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ. വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നതിലും അതിലൊന്നും വീട്ടു ജോലി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളൊക്കെയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഞാനും കൂടെ സഹായിച്ചു കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾക്ക് സമയം കിട്ടിയാൽ പലപ്പോഴും അതിന് കഴിയാറില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മകൾ കൂടെ വന്നപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ അവളും കൂടെ നോക്കുന്നതുകൊണ്ട്, അതെ, വന്നപ്പോൾ അതെല്ലാം അവളും കൂടെ നോക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ ആഴ്ചയിലൊരിക്കലും ഒരു ഔട്ടിങ് മീൻസ് ഒരു സിനിമ കാണാൻ പോകാം, അതേ ഉള്ളൂ. ഹോട്ടലിൽ പോയൊരു അത്താഴം കഴിക്കും, ഒരു സിനിമ കാണാൻ പോകും. അത് 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഞങ്ങൾ നിശ്ചയമായിട്ട് പോയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു രീതിയാണുള്ളത്. അവർക്ക് വലിയ ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഗതികളൊന്നുമില്ല. അത് കാരണം എനിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും. എൻ്റെ മക്കളെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷം, അഭിമാനമാണ്. അവർ ഒരു തരത്തിൽ എനിക്കൊരു ബാധ്യതയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ പഠിക്കുകയും അവർ തന്നെ സ്വയം ജോലിയൊക്കെ സമ്പാദിക്കുകയൊക്കെ ചെയ്തു. ചെറിയ ജോലിയാണ്, എന്നാലും ആ ജോലിയൊക്കെ സമ്പാദിച്ചവർ. LDF മന്ത്രിസഭയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. അവർക്ക് നിരാശരാകേണ്ടി വരില്ലല്ലോ? ഒരിക്കലുമില്ല സാർ. നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും. അതിന് സമർത്ഥമായി ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് ഈ ടീമിനെ നയിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ നിരാശരാകേണ്ടി വരില്ല. എല്ലാവർക്കും ഇപ്പം നല്ല പ്രതീക്ഷയാണ്. ഈ തുടക്കത്തെ എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഒടുക്കവും അങ്ങനെ തന്നെയായിരിക്കും. പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യമായിട്ട്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ലക്കം കൂടി സമാപിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡിലെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കും, നിയമനങ്ങൾ PSCക്ക് വിടും, സുതാര്യമായ നിലയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും, അതുപോലെ തന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞ LDF സർക്കാർ കൈക്കൊണ്ടതുപോലുള്ള സമീപനങ്ങളായിരിക്കും ആലോചിക്കുന്നത്. പുതിയ വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള പദ്ധതികൾ കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനിക്കും. അതുപോലെ തന്നെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്ന കാര്യത്തിൽ അതും ഒരു ചർച്ചയിലൂടെ മാത്രമേ അതിലൊരു തീരുമാനം കൈക്കൊള്ളൂ. വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകില്ല തുടങ്ങിയ നിരവധി വെളിപ്പെടുത്തലുകൾ അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എല്ലാവിധ നന്ദി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ.